ഹായ്. അപ്പോൾ നമുക്കൊരു പുളിയിഞ്ചി ട്രൈ ചെയ്ത് നോക്കിയാലോ? ദാ അങ്ങനെ നമ്മുടെ ഇഞ്ചീനെ ക്ലീൻ ചെയ്ത് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പുളിവെള്ളവും എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാൻ വെച്ച് കഴിഞ്ഞ് ഓയിൽ ചൂടാകുമ്പം നമ്മളുടെ ഇഞ്ചീനെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മളുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനെ നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ ദാ എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പം ആ ടൈമിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മളുടെ പുളിവെള്ളം ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇച്ചിരി നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ കായപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പുളിയിഞ്ചിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ശർക്കര. അപ്പം നമുക്ക് എന്തോരം മധുരം വേണോ അതനുസരിച്ച് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദാ ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ട് കുറുകി വന്നപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, നല്ല സൂപ്പർ കളറല്ലേ. അത് കളർ മാത്രമല്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയും കൂടെയാണ് പുളിയിഞ്ചി. അപ്പോൾ ഈ ടൈപ്പ് പുളിയിഞ്ചി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം ശരി, ബൈ.